everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിന്നൊരു ഫ്രൈഡ് ചിക്കൻ്റെ ആണ്. ഞാനിവിടെ ചിക്കൻ മേടിക്കുമ്പോൾ എപ്പോഴും അത് വറുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അല്ലാതെ കറി വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് നാട്ടിലത്തെ കോഴിയുടെ പോലത്തെ അത്രയ്ക്കൊരു നാച്ചുറൽ ടേസ്റ്റ് ഇവിടെ ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും മേടിക്കുമ്പോഴും അത് ഫ്രൈ ചെയ്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പകുതി പണികൾ ഏകദേശം തീർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ അത് നമ്മുടെ സാധാ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയറിലാണെങ്കിലും അത് ചുമ്മാ ഞാൻ ഉപ്പ്, മുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി തൈര് ഒഴിച്ചിട്ട് ഇത് നാലും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ചൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ടാണ്, ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ എടുത്തേക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് പോർഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ചിക്കൻ ഞാൻ ഓൾറെഡി ഇവിടെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ചിക്കൻ വറക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണയാണ്. ഞാൻ ഈ സെയിം തന്നെയാണ് ഉപയോഗിക്കണേ. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഞാനിത് നേരത്തെ കൂട്ടി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊരു കുറച്ച് നേരം ഒന്ന് സോട്ടാക്കി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ, ഭയങ്കരമായിട്ട് ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് ആ ചെറിയൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ വേണമെങ്കിൽ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കരിവേപ്പില മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ പച്ചമുളക് ഇവിടെ അധികം ഞങ്ങൾ എരിവ് അത്ര ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ 2 പച്ചമുളകും കൂടി കീറി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് കേട്ടോ. ഈ ഒരു വേപ്പില ഇടുന്ന അതേ ടൈമിൽ 2 പച്ചമുളകും കൂടി കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് എരിവ് അത്രയ്ക്കും വേണ്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. ആൻഡ് ഇതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ആഡ് ചെയ്യണം. കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സവാള എത്രയൊക്കെ നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് നമുക്ക് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. സാധാരണ ഞാൻ ചിക്കൻ കറിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള എത്രയും ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് കറി കിട്ടും. പെട്ടെന്ന് അത് ഗ്രേവി ആവും, നല്ലപോലെ മസാല പിടിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. സോ ഞാനിവിടെ യൂഷ്വലി ഇത് നല്ലപോലെ കനം കുറച്ച് നന്നായിട്ട് അരിയാൻ ശ്രമിക്കാറുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, അതൊന്ന് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ ചിക്കൻ കറിയിലും നമ്മൾ ചെയ്യുന്ന പോലെ നന്നായി വഴണ്ടിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറി സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കറി ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വേഗം നമുക്ക് കറി ആയി കിട്ടും. നമ്മൾ കുറേ നേരം നമ്മൾ കിച്ചണിൽ നിന്ന് തിരിയേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് പണിയെടുക്കണ്ടു. അതുപോലെ 1 പോട്ട് റെസിപ്പിയാണ്. ഇതൊക്കെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്. കാരണം നമ്മൾ കുറേ പാത്രം കഴുകി കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്ന് അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സവോള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇടാം. ഞാനൊരു ഇച്ചിരി പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഒരു ലേശം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ഇടുമ്പോൾ മുളക് പൊടിയേക്കാൾ കുറച്ച് കുറവിലാണ് ഞാൻ മല്ലിപ്പൊടി ഇടാറുള്ളത്. നിങ്ങൾക്ക് മുളകും കൂടെ വറുത്ത പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പുറമേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എരിവ് അത്രയും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. പകരം ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. കുറച്ച് നേരം അതിനകത്തൊന്ന് കിടന്ന് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറുന്ന വരെ നമ്മളതൊന്ന് സോട്ട് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം.
ഇതിലെത്ര മല്ലിപ്പൊടി, എത്ര മുളക് പൊടി, എങ്ങനെയൊക്കെ എത്ര സ്പൂൺ വെച്ച് ഇടണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൃത്യമായിട്ട് പറയാത്തത് എൻ്റെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ തന്നെയാണ് നിങ്ങൾക്കത് കിട്ടുമെന്നൊന്നുമില്ല. കാരണം പല മല്ലിപ്പൊടി ആയാലും മുളക് പൊടി ആയാലും പല എരിവിലും കാര്യങ്ങളിലാണ് വരുന്നത്. സോ ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്. സോ ഞങ്ങൾക്ക് ഇത്രയും എരിവ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാറില്ല. കുറച്ച് എരിവുകളൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ട് ഉള്ള അളവ് പറയാത്തത്. കാരണം ഞങ്ങളുടെ എരിവ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെറിയ എരിവായിട്ട് തോന്നുമായിരിക്കും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇടുന്ന ഉപ്പും മല്ലിപ്പൊടിയുടെ എല്ലാത്തിൻ്റെ അളവ് നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കറിക്കനുസരിച്ച് നിങ്ങൾ കയറ്റിയും കുറച്ചൊക്കെ ആയിട്ട് ഇടുക. ആൻഡ് ഈ സമയത്ത് നമുക്കൊരു ഇച്ചിരി ഉപ്പ് നോക്കിയിട്ട് ഉപ്പിന് കുറവുണ്ടെങ്കിൽ ആ ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ചില സമയത്ത് ഇതിലേക്ക് ഒരു അര തക്കാളി എങ്ങാനും ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യണ്ടൂ. ഈ സമയം കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കട്ട തൈര് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിലേക്ക് കുറച്ചധികം മല്ലിയില ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയില നിങ്ങളുടെ ടേസ്റ്റിനും നിങ്ങളുടെ ഇഷ്ടത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഞാനിപ്പോൾ ഒരു കൈപ്പിടിക്കുള്ള മല്ലിയില അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സെറ്റാക്കി വെച്ചിരിക്കുന്ന സോട്ട് ചെയ്ത ഉള്ളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഒരു മോർ ദൻ ഹാഫ് ആയാലും കുഴപ്പമില്ല, അത്രയും ഭാഗം നമ്മൾ ഇതിലേക്കിട്ട് നമ്മൾ അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മൾ അതെടുത്ത് ഇതിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല രീതിയിൽ ഒരു പേസ്റ്റ് പരുവത്തിന് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റണം. അതിനുശേഷം നമുക്കിത് നേരെ അതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ആക്ച്വലി റെഡിയായി. സോ ഇതാണ് ഈ ഒരു അരപ്പാണ് നമ്മുടെ ആ ഒരു ചിക്കൻ കറിയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടണം. നിങ്ങൾക്ക് തൈര് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ, നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തൈര് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളവും കുറച്ച് തൈരും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ സ്റ്റൗവ് നമുക്കൊന്നും കൂടെ ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ ഈ ഒരു സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു സബോള വഴട്ടി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ഒഴിക്കാം. ആൻഡ് അതൊന്ന് കിടന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ ആ ഒരു ഗ്രീൻ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഇതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ആ ഒരു മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാറുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഗ്രേവി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട്, സോക്ക് ചെയ്ത കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലാണ് അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് നല്ല ഒരു തിക്ക് പേസ്റ്റായിട്ട് എന്തായാലും കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ സിമ്മിലിട്ട് വെക്കുക. നമ്മുടെ സ്റ്റോവ് അധികം ചൂടിട്ട് വെക്കരുത്. ഒരു മീഡിയം ടു ലോ എന്നുള്ള രീതിയിൽ വച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഗ്രേവി സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അതുപോലെ ജസ്റ്റ് ഒന്ന് തള വന്നാൽ മതി. അല്ലാതെ വല്ലാതെ ഭയങ്കരമായിട്ട് വെട്ടി തിളച്ച് കിട്ടുമൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതുപോലെ ഞാനിപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി ജസ്റ്റ് ഒരു 2-3 തള ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇത് ഞങ്ങൾക്കിവിടെ ചിക്കൻ വറുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിനിപ്പോൾ വറുത്ത ചിക്കൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ചിക്കൻ കറിയിൽ ഇങ്ങനെ വറുത്ത ചിക്കനായിട്ട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് സോർട്ട് ചെയ്യുന്ന സമയത്ത്, ആ ഉള്ളി സോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫ്രഷ് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൽ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു ഗ്രേവി മാത്രം കുറച്ചൊരു ഗ്രേവി എടുത്ത് നിങ്ങൾക്ക് അരച്ച് എടുക്കാൻ പറ്റും. ആൻഡ് ആ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ആ ഒരു ചെറിയ ഗ്രേവി മാത്രം അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇതേ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കറി ഓൾമോസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ചിക്കൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കുറച്ചധികം മല്ലിയില എടുത്ത് അരച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഇനി ജസ്റ്റ് ഈ ഒരു ചിക്കൻ കറി കുറച്ചൊന്ന് ആ ചിക്കനും കൂടി ഒന്ന് ചൂടായി കറക്റ്റൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെയും തിളച്ചു തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ ചിക്കൻ കറി സ്റ്റൗവിൽ നിന്ന് മാറ്റി വാങ്ങി വെക്കാറുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കനിൽ തൈര് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരാറുണ്ട്. ഞാൻ ഈ ചിക്കൻ വറുത്ത സമയത്ത് ഞാൻ അതിലേക്ക് ഉപ്പും മുളക് പൊടിയും കുറച്ച് തൈരും കൂടി ഇട്ടിട്ടാണ് അത് വറുത്തെടുത്തിരിക്കണേ. അത് കുറച്ചും കൂടി ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ തൈര് ഞാൻ ഇത്രയധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ ഇത് നമുക്ക് എനിക്ക് കൂടുതലും ചോറിനേക്കാൾ കൂടുതൽ എനിക്കിത് ചപ്പാത്തി അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ മെയിൻ ഹോബിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെ. ഇതിൻ്റെ ഈ ചാറിന് ഭയങ്കര ടേസ്റ്റാണ്, ഈ ഗ്രേവിക്ക് ആക്ച്വലി ഇത് ഭയങ്കര നമുക്ക് അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കുക.